Hi students, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഗ്രോയിങ് ക്രിസ്റ്റൽ. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു. കുറേ കുട്ടികൾ അത് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് വീഡിയോ. വെരി ഗുഡ്. ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. കാരണം ചില പ്രാക്ടീസുകൾ ഇങ്ങനെ ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പെരിമെന്റ് നിങ്ങൾ ചെയ്താൽ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മറന്നു പോകില്ല. ഓക്കെ, ഇപ്പം അത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ സാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാക്കി. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? നമ്മൾ ആദ്യം ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കി. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾട്ട് വെച്ച്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ളത് ഷുഗറും സാൾട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്തത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ എമൗണ്ട് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഷുഗറോ സാൾട്ടോ ആഡ് ചെയ്ത് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഫർദർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗറോ അല്ലെങ്കിൽ സോൾട്ടോ ഡിസോൾവ് ചെയ്യാത്ത ഒരു എമൗണ്ട് അല്ലെ, ഒരു അവസ്ഥ വരും. അപ്പം അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയാ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. നമ്മൾ ഇനി നമുക്ക് അതിലേക്ക് ആ സോൾവെന്റിലേക്ക്, ആ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗറോ സോൾട്ടോ ഇനി എന്തെങ്കിലും ഡിസോൾവ് ചെയ്യില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഇസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേഷൻ എത്തിയത് സൊല്യൂഷൻ. ഓക്കെ, ദെൻ നമുക്കിനി ഇതിനെങ്ങനെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കിയത്? വി ജസ്റ്റ് ഹീറ്റഡ് ദി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കിയപ്പം കുറച്ച് ഷുഗർ അല്ലെങ്കിൽ സാൾട്ട് പാർട്ടിക്കിൾസ് ഇവിടെ അൺഡിസോൾവ് ആയിട്ട് താഴെ കിടന്നിരുന്നു. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഡിസോൾവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അവരും എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടുന്നതിനെയാണ് എന്ത് പറയാ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മീൻസ് സാച്ചുറേറ്റഡ് സൊല്യൂഷനേക്കാൾ കൂടുതൽ സൊല്യൂട്ടിന്റെ അളവ് ഏതിലുണ്ടാകും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഉണ്ടാകും. അപ്പം ഈ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ കൊണ്ടാണ് നമുക്ക് ക്രിസ്റ്റൽസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമ്മളെ വീട്ടില് നമുക്ക് ഈ പഞ്ചസാര അതേപോലെ ഉപ്പ് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു എക്സ്പെരിമെന്റ് ഒക്കെ കാണിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ അത് നിങ്ങളെ തണുപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് തണുക്കാൻ നിങ്ങൾ വെക്കുക. അതിനെ വല്ലാതെ നിങ്ങൾ ഷെയ്ക്ക് ഒന്നും ചെയ്യരുത്. ആ പാത്രം, നിങ്ങളെ ചൂടാക്കിയ പാത്രം ഒന്ന് എന്ത് ചെയ്യാം, മെല്ലെ പെട്ടെന്ന് തന്നെ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് തീരെ ഷെയ്ക്ക് ചെയ്യാതെ വെക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. യു ക്യാൻ ഓൾസോ ഗ്രോ എ ക്രിസ്റ്റൽ ഓൺ യുവർ ഓൺ. നിങ്ങൾക്ക് തന്നെ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഉപ്പ് സോൾട്ടിനോട് ചെയ്താൽ മതി. എന്ത് ചെയ്യാ, സൂപ്പർ സാച്ചുറേറ്റഡ് കുറച്ച് തോന സൊല്യൂട്ട് ഇട്ടോളൂ കേട്ടോ. ചൂടാക്കുന്ന സമയത്തും നിങ്ങൾ കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് മാക്സിമം സൂപ്പർ സാച്ചുറേറ്റഡിലും മാക്സിമം ഡിസോൾവ് ചെയ്യുന്ന രീതിയിൽ ഉപ്പിനെ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കാം. അതിനെ ഇളക്കാനൊന്നും പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു പെന്നോ എന്തെങ്കിലും അതിമേലൊരു നൂല് എന്തെങ്കിലും കെട്ടിയിട്ടിട്ട് അതിന്റെ അറ്റത്ത് ഒരു ആണിയോ എന്തെങ്കിലും ഒന്ന് വെക്കാം. ആണിയോ അല്ലെങ്കിൽ ഒരു പീസ് ഉപ്പിന്റെ പീസ് അല്ലെ, കല്ലുപ്പ് ഉണ്ടാവില്ല, അതിന്റെ പീസ് ഒരു നൂലിന്റെ അറ്റത്ത് കെട്ടി നോക്കിയിട്ട് ഈ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. അത് നിങ്ങൾ ഷെയ്ക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് കുറെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, ഒരു 5 ദിവസം കൊണ്ട് തന്നെ മാക്സിമം റിസൾട്ട് കിട്ടും. അങ്ങനെ കുറെ വീക്കുകൾ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറെ ഇവിടെ ഇങ്ങനെ സാൾട്ട് ഇങ്ങനെ ഈ നൂലിൽ ഇങ്ങനെ പറ്റി പിടിച്ചത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, തീരെ അനക്കാൻ പാടില്ല. സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും നമ്മൾ ഏതിലാണോ കീപ്പ് ചെയ്യാൻ സുഖം ആ വെസലിലേക്ക് മാറ്റി ഇങ്ങനെ ഒന്നൊരു നൂല് കെട്ടി തൂക്കി വെച്ചിട്ട് നോക്കാം. അതിന് നിങ്ങൾ ഇളക്കാൻ പാടില്ല. അങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമ്മള് ഇങ്ങനെ സാൾട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് ക്രിസ്റ്റൽ മാതിരി നിൽക്കുന്നുണ്ടാവും. അപ്പം ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ, ഗ്രോയിങ് ക്രിസ്റ്റൽ എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിലെല്ലാം ഡിസോൾവ് ആയി പോയിട്ടുണ്ടാകും. പക്ഷേ തണുക്കുന്ന സമയത്ത്, അത് റൂം ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ അതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മള് ഡിസോൾവ് ചെയ്യിപ്പിച്ച പാർട്ടിക്കിളൊക്കെ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? ക്രിസ്റ്റലൈസേഷൻ നടക്കാൻ തുടങ്ങും. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നിട്ട് അത് സോളിഡ് സ്റ്റേറ്റിലേക്കായിട്ട് മാറും. കാരണം ടെമ്പറേച്ചർ കുറയുമ്പം
എന്താണ് അതിന്റെ സ്പേസ് പണ്ടത്തെ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ സ്പേസിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമ്മൾ അധികമായിട്ട് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള സൊല്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും? അത് ക്രിസ്റ്റൽ രൂപത്തില് പുറത്തേക്ക് സോളിഡ് ഫോമിൽ വരാൻ തുടങ്ങും. ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്രിസ്റ്റൽസ് സാൾട്ട് ഇങ്ങനെ ആ നൂലിൽ വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് ഗ്രോയിങ് ക്രിസ്റ്റൽ. ഒരു സാച്ചുറേറ്റഡ് അല്ല, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ ചൂടാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം, അനക്കാതെ അത് ഇളകാതെ വെക്കുക. എന്നിട്ടൊരു പെന്നോ ഒരു എന്തെങ്കിലും ഒരു നൂല് കെട്ടി വെച്ചിട്ട് അതിലേക്ക് അതിൻ്റെ അറ്റത്തൊരു നെയിൽ വേണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സോൾട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ തൂക്കിയിട്ട് കൊടുക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ല ഭംഗിയുള്ള അല്ലെ, കട്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സോളിഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ഗ്രോയിങ് ക്രിസ്റ്റൽ. ഇത് സോഡിയം അസറ്റേറ്റ് ഒക്കെ വെച്ച് ചെയ്താൽ ഈ ഗ്രോയിങ് ക്രിസ്റ്റലിന്റെ എക്സ്പെരിമെന്റ് വളരെ നല്ല രസമാണ് കാണാൻ. ഐ വിൽ ഷോ എ വീഡിയോ ടു യു. സോ ഇത് എന്ന് പറയുന്നത് സോഡിയം അസറ്റേറ്റ് എന്നുള്ളത് എന്താണ്, ഒരു സാൾട്ട് ആണ്. ആ സോഡിയം അസറ്റേറ്റിന്റെ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്തായതാണ്, നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെച്ചതാണ്. സോ ദിസ് ഇസ് എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ്. അപ്പം അദ്ദേഹം അതിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ചെറിയ പീസ് സോഡിയം അസറ്റേറ്റിന്റെ ക്രിസ്റ്റൽ അതിലേക്ക് ഇടുമ്പം നിങ്ങൾ നോക്കിക്കോളൂ. സോ ജസ്റ്റ് ഹി ഈസ് ആഡിങ് എ പീസ് ഓഫ് സോഡിയം അസറ്റേറ്റ്. നമ്മൾ ഡിസോൾവ് ചെയ്ത സാധനത്തിന്റെ കണ്ടോ, ആ ഇടുന്ന മൊമെന്റിൽ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ആ ക്രിസ്റ്റൽ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കണ്ടോ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള. ദാറ്റ് ഇസ് വാട്ട് ഗ്രോയിങ് ക്രിസ്റ്റൽ. ഇതൊക്കെ റാപ്പിഡ് ആയിട്ടുള്ള ക്രിസ്റ്റലൈസേഷൻ ആണ്. അതായത് നമ്മൾ അത് ഇടുമ്പം തന്നെ പെട്ടെന്ന് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്ന സോൾട്ടുകളാണ് സോഡിയം അസറ്റേറ്റ് ഒക്കെ. നമ്മൾ ഉപ്പ് കൊണ്ടൊന്നും ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ പെട്ടെന്നുള്ള ക്രിസ്റ്റലൈസേഷൻ കിട്ടൂല. സ്ലോ ക്രിസ്റ്റലൈസേഷനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി സ്കൂളൊക്കെ തുറന്നാൽ നമുക്ക് സ്കൂളിൽ നിന്നും ഈ എക്സ്പെരിമെന്റ് ചെയ്യാം. കണ്ടോ, അതിങ്ങനെ ക്രിസ്റ്റൽ ആയിട്ട് വരികയാണ് ആക്ച്വലി ചെയ്യുന്നത്. ആ സോൾട്ടിലുള്ള സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനുള്ള സോൾട്ടിന്റെ ക്രിസ്റ്റലൈസേഷൻ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. കണ്ടോ, റാപ്പിഡ് ആയിട്ട് ക്രിസ്റ്റലൈസേഷൻ നടക്കുകയാണ് ചെയ്യാം. സോ ഇതാണ് എന്ത്, ഗ്രോയിങ് ക്രിസ്റ്റൽ. ഇത് റാപ്പിഡ് ആണ്, പെട്ടെന്നാണ്. ഓക്കെ, അപ്പം ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബില് കാണാൻ പറ്റും. സോഡിയം അസറ്റേറ്റ് വെച്ചാലാണ് ഇത്ര ഭംഗിയിൽ നമുക്ക് കിട്ടുക. അത് നമ്മൾ കോപ്പർ സൾഫേറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാ കണ്ടോ, ദിസ് ഇസ് കോപ്പർ സൾഫേറ്റ് വെച്ചിട്ടുള്ള ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇത് ഈ വീഡിയോ. അപ്പൊ നമ്മൾ ആദ്യം എന്തെടുത്തു, കോപ്പർ സൾഫേറ്റ് നല്ല ബ്ലൂ കളറാണ്. കോപ്പർ സൾഫേറ്റ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് ആദ്യം ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കി. ഓക്കെ, കണ്ടോ, മാക്സിമം നമുക്ക് എത്രത്തോളം സൂപ്പർ സാച്ചുറേറ്റഡിലും മാക്സിമം എത്ര ഇടാൻ പറ്റുമോ അത്രയും ഇട്ടിട്ട് ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സോൾട്ട് വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിന് വേഗം തന്നെ ഒരു ഗ്ലാസി മെറ്റീരിയൽ ആയ കാരണം നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ തീരെ ഷെയ്ക്ക് ചെയ്യാനോ ആക്കാനോ പറ്റില്ല. കുറേ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ നൂലിൽ ഫുള്ളായിട്ട് ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ സോഡിയം ക്ലോറൈഡ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. പക്ഷെ ഇത്ര ഭംഗി ഉണ്ടാവില്ല. കോപ്പർ സൾഫേറ്റ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം ഏത് സോൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇന്ന് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അപ്പം എന്തായാലും ഗ്രോയിങ് ക്രിസ്റ്റലും കൂടി എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. നമ്മൾ ഓൾറെഡി ഈ ഭാഗം എടുത്തതാണ്. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ സബ്സ്റ്റൻസിൽ എന്തായിരിക്കും, അതിന്റെ തന്നെ സെയിം ആറ്റംസ് അല്ലെ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം സബ്സ്റ്റൻസിനെ കൊണ്ട് ഉണ്ടാക്കിയതിന് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെന്റ് കമ്പോണന്റിന്റെ മിക്സ്ചർ ആയിരിക്കും എന്ത്, ദിസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ സബ്സ്റ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പ്യുവർ സബ്സ്റ്റൻസിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, യാ എലമെന്റ്സ് ആൻഡ്
കോമ്പൗണ്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മിസ് അയച്ചിട്ടുള്ള നോട്ടിൽ നോക്കിയാൽ മതി. അപ്പൊ ഞാനൊന്ന് വേഗം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ മിക്സ്ചേഴ്സിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് heterogeneous mixtures. Homogeneous and heterogeneous mixtures. So what is this homogeneous mixture? So classification of mixture. Mixtures can be classified into two types. Which are they? Homogeneous mixture and heterogeneous mixture. അപ്പൊ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? The composition of constituent is the same throughout the mixture is known as homogeneous mixture. അതായത് നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് ആ മിക്സ്ചറിലുള്ള എല്ലാ ഭാഗത്തും ഒരേപോലെ ഒരേ കോമ്പോസിഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സാൾട്ട് സൊല്യൂഷൻ, ഉപ്പ് വെള്ളം. നമ്മളൊരു ഉപ്പെടുത്തു, അത് കുറച്ച് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് സാൾട്ട് സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്കറിയാൻ പറ്റും ഏത് ഭാഗത്ത് നമ്മൾ എടുത്ത് നോക്കിയാലും അതിലെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ നമുക്ക് അതിന് ഉപ്പ് വേറെ ആയിട്ട് നമുക്ക് ആ ഉപ്പ് വെള്ളത്തിൽ കാണാൻ പറ്റൂല. സോ എല്ലാ സ്ഥലത്തും ഒരേ കോമ്പോസിഷൻ ഉള്ള മിക്സ്ചേഴ്സിനാണ് എന്ത് പറയാ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. ഷുഗർ സൊല്യൂഷൻ ഓൾസോ ആൻ എക്സാമ്പിൾ. ദെൻ എയർ. എയർ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള എയർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞത് ഈ ലിക്വിഡ് തന്നെ ആവണമെന്നൊന്നുമില്ല, എന്ത് തരം മിക്സ്ചർ വേണമെങ്കിലും ആവാം. കാരണം ഒരു മിക്സ്ചറിൽ എന്തൊക്കെ രണ്ട് പാർട്ട് ഉണ്ട്, സൊല്യൂട്ടും സോൾവെന്റും ഉണ്ട്. അപ്പൊ ആ സൊല്യൂട്ടും സോൾവെന്റും സോളിഡോ ലിക്വിഡോ ആവുന്ന രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പം എയർ, നമ്മളെ ചുറ്റുമുള്ള എയർ എന്താണ്? ആക്ച്വലി ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം നമ്മളുടെ എയർ, നമ്മൾ ചുറ്റുമുള്ള എയറിൽ നമുക്ക് ആ എയറിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? നൈട്രജൻ ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിലെ കമ്പോണൻസിനൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഓക്സിജനെ വേറെ നൈട്രജനെ വേറെ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. സോ എയർ എന്താണ്? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ. ദെൻ ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, എയർ. അതേപോലെ ഓർണമെന്റൽ ഗോൾഡ്. ഗോൾഡ് നമ്മളൊരു ഓർണമെന്റ് എടുത്ത് നോക്കി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഗോൾഡ് അല്ല ആക്ച്വലി ഓർണമെന്റ് ഉണ്ടാക്കുക. നമ്മളതിൽ കുറച്ച് കോപ്പർ ഒക്കെ മിക്സ് ചെയ്യും, എലോയ്സ് ആക്കി മാറ്റും അല്ലെ. സോളിഡ് സൊല്യൂഷൻ, അതായത് ഒന്നിൽ കൂടുതൽ മെറ്റലിന്റെ കോമ്പോസിഷനെയാണ് നമ്മൾ എലോയ്സ് എന്ന് പറയുക. അത്തരം മിക്സ്ചറിനെ നമ്മൾ എലോയ്കൾ എന്ന് പറയും. സ്റ്റീലൊക്കെ എന്താണ്? നമ്മളെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് അയൺ, കോപ്പർ ഒക്കെ അങ്ങനത്തെ ഒരേ മെറ്റൽസിന്റെ മിക്സ്ചർ ആണ് എന്ത് ആക്ച്വലി സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പം ഗോൾഡ് ഓർണമെന്റിൽ നമുക്ക് അതിൽ മിക്സ് ചെയ്തിട്ടുള്ള കോപ്പറിനെ വേറെ ഗോൾഡിന് വേറെ കാണുന്നുണ്ടോ? ഇല്ല. നമുക്കത് ഒരേപോലെയാണ് തോന്നുന്നത് അതിന്റെ കോമ്പോസിഷൻ. സോ ഒരേപോലെ എല്ലാ സ്ഥലത്തും ഒരേ കോമ്പോസിഷൻ കാണുന്ന മിക്സ്ചറിന് നമ്മൾ എന്ത് പറയും? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. നേരെ മറിച്ച് ഹെറ്ററോജീനിയസ് മിക്സ്ചറിൽ എന്തായിരിക്കും? ദി കമ്പോണൻസ് ഓഫ് സച്ച് മിക്സ്ചർ, the composition of the constituent is not same throughout the mixture ആണെങ്കിൽ that type of mixture is called what? Heterogeneous mixture. Composition same അല്ല, അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കും. ദെൻ വാട്ട് അബൌട്ട് ഇറ്റ് വിസിബിലിറ്റി? നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ പാർട്ടിക്കിളിനെ. ഹോമോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ നമുക്ക് അതിലെ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, നമുക്ക് ഉപ്പ് വേറെ വെള്ളം വേറെ അല്ല കാണുന്നത്, നമ്മൾ ഒരേപോലെയാണ് കാണുന്നത്. അപ്പം പാർട്ടിക്കിൾസിന് വിസിബിലിറ്റി ഉണ്ടാവില്ല. ദ കമ്പോണൻസ് ഓഫ് സച്ച് മിക്സ്ചേഴ്സ് cannot be seen separately with naked eye. നമുക്ക് നേക്കഡ് ഐനെ കൊണ്ട് അതിന്റെ കമ്പോണൻസിനെ കാണാൻ പറ്റൂല. സച്ച് മിക്സ്ചേഴ്സ് ആർ കോൾഡ് what? Homogeneous mixture. What about heterogeneous mixture? We can see the components of ഹെറ്ററോജീനിയസ് മിക്സ്ചർ വിത്ത് നേക്ഡ് ഐ. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ അതിലുള്ള പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് വെള്ളത്തിലേക്ക് മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വാട്ടർ. നമ്മൾ കുറച്ച് മണ്ണും വെള്ളവും കൂടി മിക്സ് ചെയ്തു. സോ നമുക്ക് എന്താണ്? നമ്മളൊരു ഉപ്പ് വെള്ളം എടുത്തു. ദിസ് ഇസ് സോൾട്ട് വാട്ടർ, ദിസ് ഇസ് സാൻഡ് ആൻഡ് വാട്ടർ, മണ്ണും വെള്ളവും. അപ്പം ഏതിലായിരിക്കും നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുക? ഡെഫിനറ്റ്ലി സാൻഡ് ആൻഡ് വാട്ടർ, വെള്ളവും മണ്ണും കൂടി മിക്സ് ചെയ്ത ഈ മിക്സ്ചറിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുക. അതേപോലെ തന്നെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? കോമ്പോസിഷൻ സോൾട്ട് വാട്ടർ എടുത്ത എല്ലാ സ്ഥലത്തും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും, ഒരേപോലെ. നേരെ മറിച്ച് സാൻഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ എടുത്താലോ, നമ്മൾ മുകളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത്ര മണ്ണിന്റെ അളവ് ആ വെള്ളത്തിൽ ഉണ്ടാവണമെന്നില്ല. നേരെ മറിച്ച് അടിയിൽ എടുക്കുന്ന സമയത്തോ അവിടെ മണ്ണിന്റെ അളവ് കൂടുതലായിരിക്കും. കാരണം കുറച്ച് കഴിഞ്ഞാൽ
ഈ ഹെറ്ററോജീനിയസ് മിക്സേഴ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിഞ്ഞു കൂടും അടിയിൽ അല്ലെ. നേരെ മറിച്ച് ഹോമോജീനിയസ് മിക്സർ എന്താണ്, അങ്ങനെ സെറ്റിൽ ചെയ്യൂല. ഓക്കെ, സോ അതാണ് എന്ത് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. Then another example of heterogeneous mixture ആണ് എന്തൊക്കെ, the mixture of salt and sand, മണ്ണും ഉപ്പും, salt and sugar, muddy water, mixture of water and kerosene. വാട്ട് അബൌട്ട് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ? നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? മണ്ണെണ്ണ ഈ വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട്, മണ്ണെണ്ണ മുകളിലും വെള്ളം താഴെയായിട്ടും കിടക്കും. നമ്മൾ അതിനെ എത്ര ഷെയ്ക്ക് ചെയ്താലും ആ മണ്ണെണ്ണയും ദാറ്റ് കെറോസിൻ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ് ടുഗെദർ, അത് മിക്സ് ചെയ്യൂല. അപ്പം അത്തരം അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് കണ്ടോ കെറോസിന്റെ ലെയറിനെ നമുക്ക് കാണാൻ പറ്റും, വാട്ടറിന്റെ ലെയറിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ മിക്സറിലുള്ള കമ്പോണൻസിന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും എന്താ ഒരേപോലെയുള്ള കോമ്പോസിഷൻ അല്ല. സോ സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് വാട്ട്, ഹെറ്ററോജീനിയസ് മിക്സർ. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ടു ടൈപ്സ് ഓഫ് മിക്സർ, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. നമ്മളിപ്പോ സൊല്യൂഷനെ പറ്റിയിട്ട് നേരത്തെ പഠിച്ചു. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, salt solution, sugar solution, copper sulfate solution. So all solution, നമ്മൾ ഏത് സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കിയപ്പോഴും നമുക്ക് എന്ത് മിക്സർ ആയിട്ടാണ് കിട്ടിയത്, ഹോമോജീനിയസോ ഹെറ്ററോജീനിയസോ? ഹോമോജീനിയസ്. സോ ഓൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഹോമോജീനിയസ് മിക്സേഴ്സ് ആണ്. ഹോമോജീനിയസ് മിക്സർ. കാരണം നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കിയാലും നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള കോമ്പോസിഷൻ ആണ് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് അതിലെ പാർട്ടിക്കിൾസിനെ നേക്ഡ് ഐനെ കൊണ്ട് കാണാനും പറ്റൂല. സോ സച്ച് അല്ലേ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇത്രയും മതി. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് സസ്പെൻഷൻ ഭാഗം എടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഗ്രോയിങ് ക്രിസ്റ്റൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സൂപ്പർ സാച്ചുറേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സോൾട്ട് എന്ത് ചെയ്യാം, അതിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വേഗം തന്നെ അതൊരു പാത്രത്തിലേക്കാക്കി എന്ത് ചെയ്യണം, അതിനെ ഇളക്കാത്തൊരു സ്ഥലത്ത്, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും എടുക്കാത്തൊരു സ്ഥലത്ത് നിങ്ങൾ അതിനെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കണം. കുറേ ദിവസം, ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിലിങ്ങനെ സോൾട്ട് റീക്രിസ്റ്റലൈസേഷൻ എന്നാണ് ആക്ച്വലി പറയുക, അത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ റീസൺ എന്താണ്, ടെമ്പറേച്ചർ കുറയുമ്പം നമ്മൾ അതിൽ എക്സ്ട്രാ ഡിസോൾവ് ചെയ്യിപ്പിച്ച സൊല്യൂട്ട്സ്, സാൾട്ടുകളൊക്കെ വീണ്ടും എന്ത് ചെയ്യാണ്, ക്രിസ്റ്റലൈസേഷൻ നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. Then classification of mixture ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. There are two types of mixture, homogeneous mixtures and heterogeneous mixture. Homogeneous mixture എന്ന് പറഞ്ഞാൽ that mixture, the constituent, that its composition of the constituent is same throughout the mixture. എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള കോമ്പോസിഷൻ ആയിരിക്കും ഹോമോജീനിയസ് മിക്സറിലുള്ളത്. അതേപോലെ തന്നെ we cannot see the components of homogeneous mixture by നേക്ഡ് ഐ. നമുക്ക് അതിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. an എക്സാമ്പിൾ ആണ് എന്ത്, ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, എയർ, ഗോൾഡ് എക്സെട്ര. then heterogeneous mixture. Heterogeneous mixture, the composition of the constituent is not same throughout the mixture. അല്ലെ, എല്ലാ ഭാഗത്തും ഒരേപോലെ അല്ലാത്ത കോമ്പോസിഷൻ ഉള്ളതിനെയാണ് നമ്മൾ ഹെറ്ററോജീനിയസ് മിക്സർ എന്ന് പറയാം. അല്ലെ, ഫോർ എക്സാമ്പിൾ നമ്മൾ അരിയിൽ നിന്നൊക്കെ കല്ലൊക്കെ എടുക്കൂലേ, അപ്പം അരിയും കല്ലും എന്താണ്, റൈസ് ആൻഡ് സ്റ്റോൺ ഇസ് ഓൾസോ എ ഹെറ്ററോജീനിയസ് മിക്സർ അല്ലെ. കാരണം നമുക്ക് അതിലെ അരിനെ വേറെ കാണാം, കല്ലിനെ വേറെ കാണാൻ പറ്റും. ഇതേപോലെ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ കോമ്പോസിഷൻ അല്ല. അപ്പം ഇതിന് ശേഷം മിസ് കുറച്ച് എക്സാം ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതണം, വെദർ ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഓർ ഹെറ്ററോജീനിയസ്. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. Okay, thank you.